പഠിച്ചിറങ്ങിയ ക്ലാസ് മുറികളിലേക്ക്, രാഷ്ട്രീയം പറഞ്ഞ വരാന്തകളിലേക്ക്, സ്വറ പറഞ്ഞിരുന്ന ക്യാൻറ്റീനിലേക്ക്, സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച വീഥികളിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കടന്നു വരുമ്പോൾ ഉള്ളിലെന്താകും? ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്കിനുമപ്പുറം ഏറെ പ്രിയപ്പെട്ട കാര്യവട്ടം ക്യാമ്പസ് പകർന്നു നൽകിയ അറിവും മൂല്യങ്ങളും ഇന്നും അവരുടെയൊക്കെ ഹൃദയത്തോട് ചേർന്നുണ്ട്. 1957 പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പിറവി മുതൽ ഇവിടെയുണ്ടായിരുന്ന മനുഷ്യനാണ്. എന്നെ ഞാനാക്കിയത് ഈ കലാലയമാണെന്ന് ഉറപ്പോടെ പറയും ഡോക്ടർ ജയദേവദാസ്. എനിക്കൊരുപാട് അഭിമാനമുണ്ട്. ഇതിൽ നിന്ന് വേറിട്ടൊരു സ്ഥാനം എനിക്കില്ലായിരുന്നു. എന്നെ ഇന്നിവിടെ വിളിച്ചത് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് എടുത്തു. പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. അധ്യാപകർക്കടുത്തേക്ക് വർഷങ്ങൾക്കിപ്പുറം പഴയ അതേ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഓടിയെത്തുമ്പോൾ ഇവരൊക്കെ വീണ്ടും ചെറുപ്പമാവുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കും എനിക്കുമെല്ലാം എത്രയോ ശക്തമായ ഓർമ്മകളാണ് നമ്മളെ തലോടിയെത്തിയത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. തുടക്കം മുതൽ ഈ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം സഞ്ചരിച്ചവരെ ഒരിക്കൽ കൂടി ഇവിടേക്ക് എത്തിച്ചതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് നിലവിലെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയ ഡോക്ടർ ജോസ് കുട്ടിയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഓർമ്മകളും സന്തോഷങ്ങളും പങ്കുവയ്ക്കലുകളും സ്മരണകളും കടന്നുപോയ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം അവയെക്കുറിച്ച് ഓർക്കുവാനും ഒക്കെ കഴിയുന്ന നിമിഷങ്ങളുള്ള പലരും ഉണ്ട് ഇവിടെ. അത് അവർക്കൊരു വലിയ സന്തോഷമാണ്. ഇനിയും ഇത്തരം ഒത്തുചേരലുകൾ ഈ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കട്ടെ, ഈ പുഞ്ചിരികൾ മായാതിരിക്കട്ടെ. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഈ പടി കയറി വന്ന ഓരോരുത്തർക്കും പറയാൻ നിറയെ കഥകളുണ്ട്. പഴയ ചങ്ങാത്തത്തിൻ്റെ, ചെറിയ തല്ലുകൂടലുകളുടെ, അതുപോലെ തന്നെ ഈ ക്യാമ്പസ് പകർന്നു കൊടുത്ത മൂല്യങ്ങളുടെ ഒക്കെയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, ഓരോ അടയാളപ്പെടുത്തലുകളാണ്. ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.